എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ ഇവിടെ തയ്യാറാക്കാൻ പോകുന്നത് വളരെ എളുപ്പത്തിൽ നമുക്ക് ചെയ്തെടുക്കാമെന്ന ബ്രെഡ് എഗ് സാൻഡ്വിച്ചാണ് കേട്ടോ. ഇത് വളരെ ടേസ്റ്റാണ്. കുട്ടികൾക്ക് ടിഫിൻ ബോക്സിൽ കൊടുത്തു വിടാനും നമുക്ക് കഴിക്കാനും വളരെ ടേസ്റ്റുള്ളൊരു സംഭവമാണ്. എങ്ങനെ തയ്യാറാക്കുന്നത് എന്ന് നോക്കിയാലോ. അതിനുവേണ്ടി 3 വലിയ സവാള ഇതുപോലെ അരിഞ്ഞ് ഞാൻ ചോപ്പറിലോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിലോട്ട് 4 അല്ലി വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം. സവാള ചോപ്പറിലില്ലെങ്കിൽ കൈ കൊണ്ട് കൊത്തി അരിഞ്ഞെടുക്കാവുന്നതാണ് കേട്ടോ. ഇതേ രീതിയിൽ ഞാൻ അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇവിടെ 4 മുട്ട ഞാൻ ഇവിടെ പുഴുങ്ങിയെടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ആവശ്യത്തിനുള്ള മുട്ട എടുക്കാവുന്നതാണ്. മുട്ട ഈ കാണിക്കുന്ന രീതിയിൽ ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കുക. ഒരു മുട്ട ഞാൻ 8 പീസായിട്ടാണ് ഇവിടെ കട്ട് ചെയ്തെടുത്തിരിക്കുന്നത്. ഇവിടെ ഞാൻ ഒരു പാൻ അടുപ്പത്ത് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിലോട്ട് 1 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ച് കൊടുക്കുക. എണ്ണ ചൂടായി വരുമ്പോൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാളയും വെളുത്തുള്ളി ഉണ്ടല്ലോ, അതങ്ങ് ഇട്ട് കൊടുത്ത് കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുത്ത് ഇത് നമുക്കൊന്ന് വഴറ്റിയെടുക്കാം. ഇതിലോട്ട് ഞാൻ കുറച്ച് കറിവേപ്പില ഇതുപോലെ ചെറുതായിട്ട് കൈ കൊണ്ട് മുറിച്ചിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അതും കൂടി ഇട്ട് കൊടുത്ത് നമുക്കിതിനെ അങ്ങ് വഴറ്റിയെടുക്കാം. ഗോൾഡൻ ബ്രൗൺ കളറാവേണ്ട ആവശ്യമൊന്നുമില്ല. ഒന്ന് സവാള നല്ലതായിട്ടൊന്ന് വഴണ്ട് വരണം, അത്ര മാത്രം മതി. ഇപ്പോൾ എൻ്റെ സവാള ഇതേ രീതി വഴണ്ട് വന്നിട്ടുണ്ട്. ഇതിലോട്ട് 1 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ, 3/4 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാല, ഇത്രയും കൂടി ഇട്ട് കൊടുത്ത് ഇതിൻ്റെ പച്ച സ്മെല്ല് മാറുന്നവരെ നല്ല രീതിയിൽ ഇതിനെ വഴറ്റിയെടുക്കാം. വഴറ്റിയെടുക്കുന്ന സമയത്ത് മസാല കരിഞ്ഞു പോകാതിരിക്കാൻ വേണ്ടി കയ്യിലോട്ട് ശകലം വെള്ളം ഒന്ന് സ്പ്രെഡ് ചെയ്തിലോട്ട് ഒഴിച്ചു കൊടുക്കാവുന്നതാണ്. ഇട്ട് നല്ലതായിട്ട് ഇളക്കി തീ ഓഫ് ചെയ്ത് മസാല മാറ്റി വെക്കാം. ഒരു പാനിലോട്ട് ശകലം ബട്ടർ ഇട്ട് കൊടുക്കാം. ബട്ടറിന് പകരം നിങ്ങൾക്ക് ഓയിൽ വേണേലും ഇട്ട് കൊടുക്കാവുന്നതാണ്. ബട്ടർ പാനിൻ്റെ എല്ലാ സൈഡിലോട്ടും നല്ലതായിട്ട് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. ഇതിലോട്ട് ഞാൻ 2 പീസ് ബ്രെഡ് വെച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമ്മൾ റെഡിയാക്കി എടുത്ത മസാല ഉണ്ടല്ലോ, അത് ഈ ബ്രെഡിൻ്റെ മുകളിലോട്ട് വെച്ച് കൊടുക്കുക. എന്നിട്ട് എല്ലാ ഭാഗത്തും നല്ലതായിട്ട് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. മുറിച്ചെടുത്ത മുട്ടയുണ്ടല്ലോ, അത് ബ്രെഡിലോട്ട് ഇതുപോലെ വെച്ച് കൊടുക്കുക. അപ്പോൾ ഒരു ബ്രെഡിൽ 4 പീസ് മുട്ടയാണ് ഞാൻ ഇതിൽ വെച്ച് കൊടുക്കുന്നത്. അപ്പോൾ 2 ബ്രെഡാണെങ്കിൽ നിങ്ങൾക്ക് 8 പീസ് മുട്ട വെച്ച് കൊടുക്കാം. അപ്പോൾ ഒരു മുട്ട 2 പീസ് ബ്രെഡിൻ്റെ അകത്ത് വെച്ച് കൊടുക്കാൻ പറ്റും കേട്ടോ. എന്നിട്ട് വേറൊരു ബ്രെഡിൻ്റെ സ്ലൈസിലോട്ട് ബട്ടർ തേച്ചിട്ട് ബട്ടറിൻ്റെ ഭാഗം മുകളിൽ വരത്തക്ക രീതിയിൽ ഇതിനെ അടച്ചു കൊടുക്കാവുന്നതാണ് കേട്ടോ. എന്നിട്ട് സ്പാച്ചുല വെച്ച് നല്ലതായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമുക്ക് തിരിച്ചിടാവുന്നതാണ്. തിരിച്ചിട്ട് കഴിഞ്ഞാൽ നല്ലതായിട്ട് ഇത് സ്പാച്ചുല വെച്ച് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. അന്നേരം ബ്രെഡ് രണ്ടും അങ്ങ് ഒട്ടിയിരിക്കും. പിന്നെ ഇത് ഇളകിപ്പോത്തില്ല കേട്ടോ. അങ്ങനെ തിരിച്ച് മറിച്ചിട്ട് നമുക്കിതിനെ ടോസ്റ്റ് ചെയ്തെടുക്കാവുന്നതാണ്. അങ്ങനെ ബ്രെഡ് ടോസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഞാൻ ഇത് മുറിച്ച് കാണിച്ച് തരാം. കണ്ടില്ലേ, ഇതിൻ്റെ അകത്ത് നല്ല മസാലയും മുട്ടയൊക്കെ വരുമ്പോൾ നല്ല ടേസ്റ്റാണ്. എഗ് പപ്സിൻ്റെയൊക്കെ ഒരു ടേസ്റ്റാണ് കേട്ടോ. നിങ്ങളെല്ലാവരും ഈ രീതിയിൽ തയ്യാറാക്കി നോക്കുക. ഇഷ്ടപ്പെടുവാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്യുക കേട്ടോ.